അതുകൊണ്ട് സാർ തീരുമാനമെടുക്കുക, വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കാനുള്ളത് കയ്യടിച്ച് പാസ്സാക്കുക. നിങ്ങൾ ആരുടെയൊക്കെയാണ് പരിസംഘടിപ്പിക്കുന്നുള്ളത് അത് വാട്സാപ്പ് ഗ്രൂപ്പിലിട്ട് അവരുടെ പേര് ഇല്ല ഉദ്ഘാടനത്തിന് ആരുടെയൊക്കെയാണ് പരിസംഘടിപ്പിക്കുന്നത് വാട്സാപ്പ് ഗ്രൂപ്പിലിട്ട് അതിനുശേഷം അല്ലാതെ നിങ്ങളിപ്പോ ആര് പറയുന്നുള്ളൂ ആരാണെന്ന് അറിയാൻ ഒരാൾ പറഞ്ഞു. സാർ ഇതെല്ലാം വളരെ കറക്റ്റാണ് സാറുമാര് പറയുന്നത്. ഈ ഗ്രൂപ്പില് രാഷ്ട്രീയവും മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഇടാൻ പാടില്ല എന്ന് ഒരു പ്രാവശ്യം ഞാൻ മാത്രമല്ല പല ആൾക്കാർ ഇട്ടിട്ടുണ്ട്. സാർ ഈ പോസ്റ്റൽ എന്താ 8 മണിക്ക് ശേഷം അറിയാമോ? ഇതുപോലുള്ള സകല പോസ്റ്ററുകൾ നോക്കി 8 മണിക്ക് ശേഷം വരൂ. പകല് രാവിലെ 10 മണിക്കോ 12 മണിക്കോ 4 മണിക്കോ ഒരു പോസ്റ്റും വരൂല. 8 മണിയായി കഴിഞ്ഞാൽ ഒരാളുടെ പോസ്റ്ററിന് 4 ആൾ കിട്ടിയിട്ടുണ്ടാവും. അതിനകത്ത് മോള് നോക്കൊന്നുമില്ല. ഞാൻ വേറെ ഒരു ഗ്രൂപ്പ് കണ്ട് അതാ ഉടനെ ത്രൂ ഈ ഗ്രൂപ്പിലേക്ക്. അപ്പൊ അതിന്റെ മോള് നോക്കിയാൽ മതി ഏതാ പോസ്റ്റ് ഇട്ടിട്ടുണ്ടാവുന്നത്. അതിന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വെരിഫൈ അല്ലാതെ ഒരു പോസ്റ്റ് ചെയ്യരുത്. ഒരുപാട് ഫേക്ക് ന്യൂസ് വരുന്നുണ്ട്. അതുകൊണ്ട് ഇതാ ഏറ്റവും ബെസ്റ്റ്. അതിൽ 8 മണിക്ക് ശേഷം പോസ്റ്റ് വന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ പിന്നെ ഞാൻ കണ്ടാൽ അപ്പൊ ഡിലീറ്റ് ആക്കില്ല. ചിലപ്പോ അങ്ങനെ ചെയ്യാൻ നമുക്ക് അവരെ പേര് ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഗ്രൂപ്പിലിടാം. അവരോട് പറയാം വെബ്സൈറ്റ് അടക്കണമെന്ന് പറയാം. ബാക്കി നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ അതിലൊരു 50% ആൾക്കാർ വരും. അത് ഇല്ലേ അവരെല്ലാം പ്രോബ്ലം എന്നുള്ള അത് പറയുമത്. ഇവിടെ നമ്മളെ ഏറ്റവും വലിയ കാട്ടെന്ന് പറഞ്ഞാല് ഇപ്പൊ പൈസ വന്നിട്ടുണ്ട് ഇതിനകത്ത് സാമാരെ ഇവിടെ നാട്ടിലില്ലാതെ. അതിൽ ഞാൻ പറഞ്ഞ ചില ആൾക്കാർ മെമ്പർഷിപ്പ് എടുത്തിട്ട് ഇതുവരെ ഗ്രൂപ്പിൽ വന്നിട്ടില്ല. 1 വർഷമായിട്ട് അവരും പൈസ അയക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു തീരുമാനത്തിലെത്താം. വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഇത് പോസ്റ്റ് ചെയ്യും. പൈസ തരാതെ കൊണ്ട് പിന്നെ അവരെ കമന്റ് ചെയ്യും. അവരെ കമന്റ്സ് നോക്കാൻ എന്താണുള്ളത്. പിന്നെ ആരും നടത്തിയിട്ടുണ്ടെങ്കിൽ അവരാകുമ്പോൾ എന്തിനാ നിർത്താതെ. ഓക്കെ സാർ, താങ്ക് യു.